അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ട പോലെ നമ്മൾ കമാറ പൊക്കിയിട്ടുണ്ട്. ഇന്നപ്പോൾ ഇവിടെ വിൻ്റർ സ്റ്റോമാണ്. അപ്പോൾ നമ്മൾ കമാറോ എങ്ങനെ വിൻ്ററിൽ ഹാൻഡിൽ ചെയ്യുമെന്നറിയാൻ വേണ്ടി പോവുക. അതെ അതെ, വീൽ ഡ്രൈവ് വിത്ത് സമ്മർ ടയേഴ്സ് വിൻ്ററിൽ എങ്ങനെ ഉണ്ടാവുന്നത് കാണാം. അതെ, പിന്നെ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ കൂൾ ഫോട്ടോഗ്രാഫറിനെ കുട്ടാൻ പോവാണ്. അപ്പോൾ അവനെ കൊണ്ട് കുറച്ച് റീലൊക്കെ ചെയ്യിപ്പിക്കണം. എന്നിട്ട് വണ്ടി സ്നോയിലിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാ നോക്കണം നമുക്ക്. വണ്ടി ഇപ്പോൾ തൽക്കാലം പാർക്ക് ചെയ്തിട്ട് ഗ്യാരേജിൽ കിടക്കുവാണ്. അതുകൊണ്ട് വിൻ്ററിൽ എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. ഇവിടെ ഇപ്പോൾ ഭയങ്കര സ്റ്റോമാണ്, ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സ്നോമായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പോകുന്ന മസ്തയിൽ മാനുവലാണ്, പക്ഷേ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിട്ട് പോലും വീൽ സ്പിൻ ഉണ്ടല്ലോ. അതെ, വീൽ സ്പിൻ ഉണ്ട്. ഇപ്പം ഞാൻ വിൻ്റർ ടയേഴ്സ് ആണ് ഇപ്പം വണ്ടി കിടക്കുന്നത്. എന്നിട്ട് തന്നെ വണ്ടി ചില സ്ഥലത്തൊക്കെ കുടുങ്ങി പോവാറുണ്ട്. അതെ, ഇതുപോലെ ഇപ്പൊ അപ്ഹില് വരുമ്പം കുറച്ച് പാടാണ്. പക്ഷെ കമാറോ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ചാടി കയറും. ഹായ്, ഹൗ ആർ യു ഗൈസ്? സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് കൂള് വീഡിയോ എടുത്ത് സെറ്റാക്കിയില്ലേ കൂളിന് ചെടിയാ. അപ്പം ഇനി അവിടെ ചെന്ന് കമാറോ വിശേഷം. വീഡിയോ എടുക്കാൻ റെഡി അല്ലേ? റെഡി 100%. അത് കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. കോൾഡ് സ്റ്റാർട്ട്. നമ്മുടെ ഓൾ സീസൺ ടയറിൽ നമ്മൾ ഈ ലെവൽ സ്നോയിൽ തകർക്കാൻ പോവുകയാണ്. പയ്യെടുക്കരുത് ഇനി നമ്മൾ ഒറ്റ പോക്ക് വേണം. അവിടുന്ന് വണ്ടി തോമസിന് ഫണ്ടൊക്കെ റെഡിയാണോ? തോമസ് ഇന്ന് ഫിഷ് ടെയിൽ അടിച്ച് നശിപ്പിക്കും. തോമസിന്റെ സ്കിൽസ് ഇന്നാ കാണിക്കണ്ടേ. തെന്നി തോമസൻ വരുന്നു. ഇനി എത്തുന്നില്ല, കുറേ നേരമായി.
തോമസൻ ഇവിടെ എന്നെ കാണിക്കാന്ന് പറഞ്ഞാണോ വന്നേക്കണേ? തോമസൻ വടയുണ്ടാക്കണം എന്ന് പറഞ്ഞു. കണ്ടോ ലിമിറ്റഡ് സ്ലിപ്പ് അടിക്കണമല്ലോ, അടിക്കണ്ടേ? ചെയ്യണം നമുക്ക്. നമ്മൾ ഇറക്കി ഒരു ടയർ മാത്രം ഇറങ്ങി കയറി നിൽക്കുവാണ്. നമ്മുടെ ബോൾ ഇവിടെ റീൽ എടുത്തോണ്ടിരിക്കുകയാണ്. വീല് ലോക്ക് ചെയ്തിട്ട് നിൽക്കുന്നില്ല. ഫ്രണ്ട് വീലല്ലേ? അതപ്പോ ഞങ്ങള് പറഞ്ഞ തണുക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട് അടിച്ചിട്ട്? സീനില്ല, അടിക്കാനുള്ള. നമ്മളിപ്പോൾ കുറച്ച് റോളിംഗ് ഷോട്ട് എടുക്കാൻ പോവാണ്. ഭയങ്കര തണുപ്പാണ്. നമ്മൾ മുമ്പിലത്തെ സ്പോട്ടിൽ നിന്ന് കുറച്ച് മാറി കുറച്ച് ഡോണറ്റൊക്കെ അടിച്ചല്ലോ. കുറച്ച് ഡോണറ്റും കുറച്ച് ഇതൊക്കെ അടിച്ചു. ഇപ്പോൾ നമ്മൾ കുറച്ച് റണ്ണിങ് ഷോട്ട് എടുക്കണം, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂൾ ഫോട്ടോഗ്രാഫർ വിന്റർ സ്റ്റോമിൽ അവിടെ ചാടിക്കിടന്ന് ഫീൽസിലേക്ക് എത്ര -22 പുറത്ത് തലയിട്ടെടുക്കുന്ന ഞങ്ങളുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറാണത്. റീലോ ഇന്ന് തന്നെ കിട്ടില്ല, അവനിട്ട് ഇടിയ. അപ്പൊ നമ്മളന്ന് ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചായിരുന്നു വണ്ടി SS എഡിഷൻ ആണ്. അപ്പൊ സ്റ്റിയറിംഗിലൊക്കെ നമുക്ക് SS ബാഡ്ജ് വന്നിട്ടുണ്ട് വണ്ടിക്ക്. വണ്ടി ഇന്റീരിയറൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചതാണ്. അപ്പം വേറൊന്നും ഇല്ല പ്രത്യേകിച്ച് ഇനി കാണിക്കാൻ. ഇപ്പൊ നമ്മൾ കുറച്ച് വിന്റർ ഈ വണ്ടി എന്തോരം പുഷ് ചെയ്യാൻ പറ്റും, വണ്ടിയുടെ ഇതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പുറത്തുനിന്ന് ജസ്റ്റ് കാണിക്കാൻ. ഭയങ്കര കാറ്റാണ്. പ്രോപ്പർ വിന്റർ സ്റ്റോം ആണ്, അതുകൊണ്ട് ഒട്ടും വിസിബിലിറ്റി ഇല്ല. ഇടയ്ക്ക് കാറ്റും കൂടെ വരുമ്പോഴത്തേക്ക് ഒട്ടും വിസിബിലിറ്റി വരുന്നില്ല. പക്ഷെ ചിലപ്പോൾ നല്ല ഷോട്ട്സ് കിട്ടും. അതെ, ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഞങ്ങളുടെ കൂൾ ഫോട്ടോഗ്രാഫറിനെ. ഈ സ്പോട്ടിൽ നിന്ന് ഇനി നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കണം. നൈസ് സ്പോട്ടായിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫർ പറഞ്ഞു ഇവിടെ നിർത്താൻ. ഇവിടെ നമ്മൾ ജസ്റ്റ് നിർത്തിയേക്കാണ്. കുറച്ച് ഷോർട്സ് ഒക്കെ എടുക്കാനുണ്ട്. സ്പോട്ടാണെങ്കിലും നൈസാണ്. നമ്മൾ മുമ്പോട്ട് പോകുന്നില്ല. മുമ്പോട്ട് പോകാത്ത കാര്യം വരുന്നുണ്ട്. അവിടെ കണ്ടോ, സ്നോ ഒന്നും മാറ്റിയിട്ടില്ല ആ ഭാഗത്ത്. അപ്പോഴത്തേക്കും ഹൈ റിസ്ക് അങ്ങോട്ട് ഇനി പോണേ. ക്രോസ് വിൻഡോ ഉണ്ടോ? ക്രോസ് വിൻഡോ റൂട്ടിൽ വണ്ടിക്കകത്ത് നമുക്ക് അകത്തത്ര ഫീൽ ചെയ്യത്തില്ല, പക്ഷെ പുറത്തുനിന്ന് നോക്കണവർക്ക് നല്ല വീൽ സ്പിൻ ഫീൽ ചെയ്യും. അത് നിനക്ക് കിട്ടുമോ? എനിക്ക് കിട്ടണില്ല. ഞാനിവിടെ ഇരിക്കണത് നോർമൽ പോണ പോലെ തന്നെയാ. എനിക്ക് പുറത്തിറങ്ങി കാണിക്കണമെന്ന്, പക്ഷെ ഫീൽസ് ലൈക്ക് -20 കൈ പോലെ ഞാൻ എന്നെ ഓടിച്ചെടുക്കേണ്ടി വരും. പിന്നെ അതുകൊണ്ട് വീൽ സ്പിൻ ഒന്ന് കാണിക്കാൻ പറ്റുമോ നോക്കാം. കാലം എടുത്തടാ.
എത്രമാത്രം വീൽ സ്പിന് കിട്ടിയെന്നൊന്നും അറിയത്തില്ല. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ ക്യാമറയായിട്ട് മഞ്ഞത്ത് ഇറങ്ങിയേക്കാണ്. നമ്മളിപ്പോൾ കുറച്ച് റോളിംഗ് ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. ആ മഞ്ഞിൻ്റെ ആ ഒരു ഡ്രിഫ്റ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ട്, അടിപൊളിയാണ്. നമുക്ക് കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തായിരുന്നു വിൻ്ററിൽ, റിയർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട്. പിന്നെ ലിമിറ്റഡ് ഡിഫ് ആയതുകൊണ്ട് അത്ര കുഴപ്പമില്ല, കയറി പോയി വണ്ടി. വേറെ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു ചെറിയ ഡ്രാഗ് വെച്ച് നോക്കിയാൽ നമ്മുടെ മസ്തയായിട്ട് റിയർ വീൽ ഡ്രൈവ് എങ്ങനെ ഉണ്ടെന്ന്. അത് ഒബ്വിയസ്ലി ഫ്രണ്ട് വീൽ ഡ്രൈവ് കയറി പോവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫണ്ടിന് വേണ്ടി ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ആ വീഡിയോ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഫുൾ വീഡിയോയ്ക്കൊപ്പം തന്നെ. അപ്പം 3, 2, 1. ഈ വിൻ്റർ നിനക്കറിയാം ഇപ്പം ഭയങ്കര വിൻ്റർ സ്റ്റോം ആയിരുന്നു. നമുക്ക് 20-25 സെൻറ്റിമീറ്റർ തന്നെ 2 ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതേ പോണ്, ആർക്കറിയാമോ. ഇതാണ് കനേഡിയൻ ഗൂസ്. ഇത്ര സ്നോ നിനക്ക് ഓടിച്ചിട്ട് അങ്ങനെ ഉണ്ട്? ഫണ്ണാണ് കാരണം നമ്മൾ ആ V8ന്റെ റിയർ വീൽ ഡ്രൈവും കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഒരു ഫണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ഷൻ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പ്രതീക്ഷിക്കുക വേണ്ട. പിന്നെ വേറൊരു കാര്യം, സമ്മർ ടയറാണ്, വിൻ്റർ ടയറും ഇല്ല. അപ്പോൾ ലെഫ്റ്റും റൈറ്റും നമുക്ക് ആ ഒരു സ്പിന്നാവുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് ഫീൽ ആവും. ഒരു പക്ക നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കഴിയുന്നത്. അതെ, എവിടെയെങ്കിലും പോയി പെട്ട അതിനേക്കാളും നല്ല ഫണ്ണായിരിക്കും. അതെ 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 അതെ, നമ്മളത് വീട്ടിൽ തിരിച്ചു കയറ്റുന്നത് പറ്റിയാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതെ, അതപ്പോ നല്ല ഫണ്ണായിരിക്കും വീട്ടിൽ തിരിച്ച് കയറ്റുന്നത്. ട്രാവലെടുത്തത് അതൊക്കെ നമുക്ക് കയറ്റാം. അപ്പൊ നമുക്ക് മഞ്ഞക്കാറുണ്ട്, 2 ടാക്സിയും 1 കമറോയും. നോക്ക്, ഒരു മഞ്ഞ, ദേവോട് അടുത്ത മഞ്ഞ, ദേവോട് കമറോ മഞ്ഞ. വാവ്, വാട്ട് എ നൈസ് വ്യൂ. ലുക്സ് ലൈക്ക് എ വാവ്. ലൈക്ക് എ വാവ്. ആ ഒരു ടാക്സി തോംസനെ വിളിക്കാം. നമുക്ക് റെഡിൽ ഒരു അപ്ഗ്രേഡ് ചെയ്ത് വെച്ചാലോ തോംസന്റെ? അതെ, ഫേക്ക് ടാക്സി. നമ്മൾ ഇന്നത്തെ കുറച്ച് പരിപാടികളും ഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് മെയിൻലി നമ്മൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ കുറച്ച് വീഡിയോ എടുക്കുക, പിന്നെ വിൻ്റർ വണ്ടി എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടി. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് അണ്ടർബോഡി ഓൾമോസ്റ്റ് ഇതായല്ലേ? അതെ, അണ്ടർബോഡി ഫുള്ള് സ്നോയും കാര്യങ്ങളൊക്കെ ആയി. വണ്ടിയുടെ അണ്ടർബോഡി ഫുള്ള് ഐസ് ആയിട്ടുണ്ട്. അപ്പം നമ്മളത് വാഷ് ചെയ്യാൻ വന്നതാണ്. അപ്പം ഈ ക്യാമറയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സിംഗിൾ ഓണർ വണ്ടിയായിരുന്നു, വിൻ്റർ കണ്ടിട്ടില്ലാത്തൊരു വണ്ടിയാണ്. നമ്മൾ ആദ്യമായിട്ട് ഈ വണ്ടിയെ വിൻ്ററിൽ കൊണ്ട് ഇറക്കിയത്. അതെ, അപ്പോഴത്തേക്ക് നമ്മൾ ഓർത്തു ഒന്ന് കഴുകിയിട്ട് കയറ്റിയിടാം. അപ്പം വിൻ്ററിൽ തന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് സോൾട്ട് ഇടും ഐസ് മെൽറ്റ് ആവാൻ വേണ്ടി. അപ്പോഴത്തേക്കും അങ്ങനെ ആ കണ്ടീഷനിൽ കൊണ്ടിട്ട റസ്റ്റ് വരാൻ ചാൻസും ഉണ്ട്. അപ്പം അതെ അതെ, പ്രത്യേകിച്ച് നമ്മളിപ്പം വണ്ടി കഴുകാണ്ട് നമ്മളിപ്പോൾ നേരെ ഗരാജിൽ കയറ്റിയിട്ട് കഴിഞ്ഞാൽ വണ്ടിയിൽ അണ്ടർബോഡി റസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നിലവിലുള്ള കണ്ടീഷനിൽ വണ്ടി 0 റസ്റ്റാണ്. അതെ, വിൻഡ് കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ അതുപോലെ കീപ്പ് ചെയ്യണമല്ലോ. അതെ, നമ്മൾ ഓയിൽ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഓയിൽ സ്പ്രേ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒന്ന് വണ്ടി കഴുകി പാർക്ക് ചെയ്തിരുന്നതാണ് നല്ലത്. അതെ, കുറച്ച് വാഷിംഗ് വീഡിയോൻ്റെ ബിറ്റ്സ് കാണിക്കാം നമ്മൾ.
സക്സസ്. കേറി അവൻ അവസാനം. Guys, തണുക്കുന്നുണ്ടോ? തണുക്കുന്നുണ്ട്. തണുപ്പേ ഉള്ളൂ ഗൈസ്. നോക്ക് ഇത്രയും മഞ്ഞ് നോക്ക്. അതെ, ഇത്രയും മഞ്ഞ് നോക്ക്. ഇവന്മാര് മഞ്ഞൊന്നും മാറ്റല്ല, അതുകൊണ്ടായിരുന്നു നമ്മൾ ഏറ്റവും ഹൈ റിസ്ക് ഇരുന്നത്. പക്ഷെ വണ്ടി ഒറ്റയടിക്കാതെ കയറി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തൊക്കെ. ഇനിയിപ്പോ നമ്മൾ മിക്കവാറും വിന്റർ കഴിഞ്ഞെടുക്കാനേ ചാൻസ്. ഇനിയിപ്പോ സമ്മറിലേക്കാണ് നമ്മൾ വണ്ടി ഇറക്കാൻ പ്ലാൻ ഉള്ളൂ. അതെ, അപ്പത്തേക്കും ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമ്മൾ ഇതുപോലത്തെ ഓരോരോ പരിപാടികളായിട്ട് വരും. അതെ, അപ്പൊ പീസ്.